ബഹ്റൈനിൽ വാണിജ്യ കമ്പനി നിയമത്തിലെ ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം. രാജ്യത്തെ വിദേശ നിക്ഷേപകരോ പങ്കാളികളോ ഉള്ള കമ്പനികൾക്ക് 30,000 ബഹ്റൈനി ദിനാർ ബാങ്ക് ഗ്യാരണ്ടി നിർബന്ധമാക്കുന്ന ഭേദഗതിക്കാണ് അംഗീകാരം നൽകിയത്. അംഗീകാരത്തിനായി നിയമഭേദഗതി ഷൂറ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ടു. രാജ്യത്തെ ബിസിനസ് മേഖലയിലെ സ്വദേശി അനുപാതം വർദ്ധിപ്പിക്കുവാനും നിക്ഷേപകർ സുരക്ഷിതമായ രീതിയിൽ ബിസിനസ് വ്യവഹാരങ്ങൾ നടത്തുന്നതായി ഉറപ്പുവരുത്തുവാനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമ ഭേദഗതിക്കായി പാർലമെന്റിൽ എംപിമാർ ആവശ്യമുന്നയിച്ചത്. ഉടമസ്ഥാവകാശത്തിൽ വിദേശ നിക്ഷേപകരുടെ പങ്കാളിത്തമുള്ള കമ്പനികൾ ബഹ്റൈനിലെ ലൈസൻസുള്ള ബാങ്ക് വഴി 30,000 ദിനാറിന്റെ ഈട് വാണിജ്യ മന്ത്രാലയത്തിൽ സമർപ്പിക്കണമെന്നാണ് ഭേദഗതി നിഷ്കർഷിക്കുന്നത്. കമ്പനി നിലനിൽക്കുന്ന കാലത്തോളം ഈ ഗ്യാരണ്ടിക്ക് സാധ്യതയുണ്ടാകണമെന്നും നിർദ്ദേശമുണ്ട്. 30,000 ദിനാർ ഗ്യാരണ്ടി നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ വിദേശ നിക്ഷേപകർ ബഹ്റൈനിൽ നിക്ഷേപം നടത്തേണ്ടതില്ലെന്നും നിക്ഷേപത്തിന്റെ വിശ്വാസ്യതയും സുരക്ഷിതമായ ബിസിനസ് ഉടമസ്ഥാവകാശവും ഉറപ്പിക്കുവാൻ ബാങ്ക് ഗ്യാരണ്ടി അത്യാവശ്യമാണെന്നുമാണ് എംപിമാർ ചർച്ചയിൽ ഉയർത്തിയ വാദഗതി. നിയമ ഭേദഗതിയെ സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇത് ബിസിനസ് മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു. ബഹ്റൈനിൽ 18,000-ലധികം കമ്പനികളിൽ സ്വദേശികളും വിദേശികളും ചേർന്നുള്ള പങ്കാളിത്തമുണ്ട്. പുതിയ നിയമം വിദേശ നിക്ഷേപകരെ മാത്രമല്ല അവരുടെ കൂടെയുള്ള സ്വദേശി പങ്കാളികളെയും സാമ്പത്തികമായി ബാധിക്കുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. വിദേശ നിക്ഷേപകരെ ആകർഷിക്കുവാനുള്ള പദ്ധതികളെ പുതിയ നിയമ ഭേദഗതി പ്രതികൂലമായി ബാധിക്കുമെന്ന് ആശങ്കയുള്ളതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾക്ക് ശേഷം നിയമ ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകുകയും ഉപരിസഭയായ ഷൂറ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തു. ഈ വിഷയത്തിലുള്ള അന്തിമ തീരുമാനം ഉപരിതല അംഗീകാരങ്ങൾക്ക് വിധേയമായിരിക്കും. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.